ഞാൻ ആൻസി, ഡേവിഡ്സ് അക്കാഡമിയുടെ NCLEX ട്രെയിനറാണ്. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിക്കിൾ സെൽ അനീമിയ. എന്താണ് ഈ സിക്കിൾ സെൽ അനീമിയ? നോർമലി നമ്മുടെ ബോഡിയിലെ RBCന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ടാണ് അത് ബ്ലഡ് വെസൽസിൽ കൂടെ ഈസി ആയിട്ട് മൂവ് ആവുകയും എല്ലാ പാർട്ടിലേക്കും ഓക്സിജൻ സപ്ലൈ കൊടുക്കുന്നതും. ഇനി സിക്കിൾ സെൽ അനീമിയ ഡെവലപ്പ് ചെയ്ത ഒരു പേഷ്യന്റിന്റെ RBC സിക്കിൾ ഷേപ്പിലേക്ക് കൺവേർട്ട് ആവുകയും സ്റ്റിക്കി ആൻഡ് റിജിഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഇത് ബ്ലഡ് വെസൽസിൽ കൂടെ ഈസി ആയിട്ട് മൂവ് ആകാതെ വരികയും പേഷ്യൻറ്റിൻ്റെ പാർട്ടിലേക്ക് ഓക്സിജൻ സപ്ലൈ വരാതിരിക്കുകയും ചെയ്യുന്നു. ഇതിൽ പേഷ്യൻ്റ് കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് പെയിൻഫുൾ സ്വെല്ലിംഗ് ഓഫ് ഹാൻഡ്സ്, ഫീറ്റ്സ് ആൻഡ് ജോയിൻറ്റ്സ് ആണ്. ഇത് വരുന്നത് ബ്ലഡ് വെസൽസ് ഒബ്സ്ട്രക്റ്റ് ആവുന്നത് കൊണ്ടാണ്. ഇനി വരുന്ന കോംപ്ലിക്കേഷൻ സ്പ്ലീൻ ഡാമേജ് ആണ്. നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷനെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ് സ്പ്ലീൻ. സോ ഈ സ്പ്ലീനിൻ്റെ അകത്ത് ഈ സിക്കിൾ കെട്ടിക്കിടക്കുകയും സ്പ്ലീനിനെ ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നു. പേഷ്യൻ്റ് പ്രൊഫൗണ്ട് അനീമിയയിലേക്ക് പോകുന്നു. ഇനി ഒരു സീരിയസ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എപ്ലാസ്റ്റിക് ക്രൈസിസ് ആണ്. നോർമലി നമ്മുടെ RBCന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്. ഇവിടെ ഈ പേഷ്യൻറ്റിൻ്റെ RBC 10 to 20 ഡേയ്സിൽ ഡെത്ത് ആവുകയും ബോൺ മാരോ പുതിയ RBCനെ പ്രൊഡ്യൂസ് ചെയ്യാതെയും വരുന്നു. പേഷ്യൻറ്റിന് അനീമിയ വരാം, ജോണ്ടിസ് വരാം. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ അഗ്രസീവ് ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ്, അത് IV കൊടുക്കാം, ഓറലും കൊടുക്കാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ തന്നെ പെയിൻ കുറയ്ക്കാനുള്ള മാനേജ്മെൻറ്റിലേക്കും പോകാം. സോ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. David's Academy, where your dreams can come true. Learn from the winner.